ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരത്തെ ഒരു പരിപാടി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരികയും ചെയ്യാം, ഞങ്ങൾക്ക് ചിക്കൻ റോൾ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് ബണ്ണിനാവശ്യമായ ബണ്ണ് വെച്ചാൽ അതിൽ ഫില്ലിങ്, അതിനാവശ്യമായ മൈദ എടുക്കാം കേട്ടോ. മൈദ, ഉപ്പ്, പിന്നെ ഈസ്റ്റ് കലക്കുക, കുറച്ച് പാല് അങ്ങനെ ഒഴിച്ച് അത് മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് നേരം നല്ല കൂടുതൽ സോഫ്റ്റായിട്ടൊന്ന് കുഴക്കണം. കുഴച്ച് നല്ല പദം വരണം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അത് നല്ലോണം മിക്സ് ചെയ്ത് നല്ല കുഴച്ച് വൃത്തിയായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ ബണ്ണിന് നല്ല സോഫ്റ്റ് വരും. എത്ര നമ്മൾ കുഴക്കണോ അതിനനുസരിച്ചിട്ട് സോഫ്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് നല്ല കുഴച്ചിട്ട് തരി എണ്ണയും തൂവി ഒരു അരമണിക്കൂർ നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് ചെയ്യുന്നത് വരെ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റാം. അപ്പോൾ പാകത്തിന് എണ്ണ കൊഴിച്ച് മേലെ കൊഴിച്ച് അതൊരു പാത്രം കൊണ്ട് മൂടി അവിടെ മാറ്റി വെച്ചു. പിന്നെ ചിക്കൻ റോളിന് ചിക്കനാണല്ലോ പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് മസാല വറുത്തി വെച്ചിട്ട് അത് കുറച്ച് എണ്ണ ഒഴിച്ച് ചെറിയ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ആ മസാല വറുത്തിയത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം പൊരിച്ച് കോരി എടുക്കണം കേട്ടോ. അപ്പോൾ അത് ചെറിയ ചട്ടിയിലിട്ടിട്ട് അത് മസാല അതിലിട്ടിട്ട് എന്നിട്ട് പൊരിച്ച് കോരി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് നല്ലോണം പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു സവാള വെച്ചാൽ 1.5 സവാള നമ്മൾ പൊടിക്കനുസരിച്ചിട്ട് ഫില്ലിങ് വേണമല്ലോ. അപ്പോൾ ഒരു സവാള, ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തത്, അതും പിന്നെ ഒരു ചെറിയൊരു തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അപ്പോൾ അത്രയും പിന്നെ വേണം കേട്ടോ. അതിന് ശേഷം ഇത് പൊരിച്ച് കോരി എടുത്തതിന് ശേഷം കുറച്ച് സവാള, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത് കൊത്തായിട്ട് അരിഞ്ഞിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മസാല വഴറ്റി എടുക്കാം. എന്നിട്ട് അതിലേക്ക് മസാലയ്ക്ക് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാലയുടെ പൊടി, കുരുമുളക് പൊടി, ഉപ്പ് അപ്പോൾ പാകത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മസാല നല്ല ഫില്ലാക്കി വൃത്തിയാക്കി നല്ല മുരിച്ചെടുക്കാം. നല്ല വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ മസാലയൊക്കെ ഇട്ട് അതിൻ്റെ മസാല മണമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച് കോരി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിങ്ങനെ വലിയ പീസായിട്ടാണല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ അങ്ങനെ അധികം കട്ടി പോലെ ആവില്ലേ. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം മിക്സിയിലിട്ടിട്ട്. എന്നിട്ട് ഈ മസാലയൊക്കെ ഫില്ലായതിന് ശേഷം കുറച്ച് മല്ലിയില തൂവണേ, എന്നിട്ട് അതിന് ശേഷം മല്ലിയില തൂവി അതിന് ശേഷമാണ് പിന്നെ ആ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ എല്ലാതും ഫില്ലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി നോക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് മസാല മറ്റേ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പൊടിയൊക്കെ ഒന്നുകൂടി അതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാവും ആ പൊടിയൊക്കെ. അപ്പോൾ ആ പൊന്തി വരുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പോൾ എനിക്ക് നോർമലി ഒരു 8 ബോൾസാണ് കിട്ടിയത് അങ്ങനെ കുഴച്ച് വെച്ചത്. പിന്നെ ആ ബോൾസ് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ബ്രെഡ് പൊടി വേണം, ബ്രെഡ് ക്രംസ് വേണം, പിന്നെ ഒരു കോഴിമുട്ട ആവശ്യത്തിന് നമുക്ക് ഡിപ്പ് ചെയ്യാൻ ആവശ്യത്തിന്
ഒരു കോഴിമുട്ടനെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. കോഴിമുട്ട ഉടച്ചൊഴിച്ചിട്ട് അതിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മൾ ചിക്കൻ റോളിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കണം. എന്നിട്ട് അതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് സാധാരണ ചെയ്യണം പോലെ നമുക്ക് റോളാക്കിയിട്ട് എണ്ണ കുടിക്കാത്ത രീതിയിൽ നമുക്ക് റോളാക്കിയിട്ട്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തീരെ എണ്ണ കുടിക്കില്ല. എണ്ണയിലാണ് നമ്മൾ പൊരിക്കണമെന്നുണ്ടെങ്കിലും എണ്ണ തീരെ കുടിക്കില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ. എണ്ണ കുടിക്കുന്നു എന്നുള്ള ഒരു ഇത് വേണ്ട. ചിലർ ചില ഓവനിൽ ചെയ്യും, അതാവുമ്പോൾ തീരെ എണ്ണ കുടിക്കില്ലല്ലോ. പക്ഷേ എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴും തീരെ എണ്ണ ഉള്ളിലേക്കൊന്നും എണ്ണ ആവില്ല. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ചുരുട്ടി നല്ല എണ്ണ കിടക്കാത്ത രീതിയിൽ നല്ലോണം ചുരുട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ടല്ലോ, അത് കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്താൽ മതി, വലിയ കോട്ടിങ് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒരു 8 ബോൾസ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതിൽ. എന്നിട്ട് ഓരോന്നും 4 എണ്ണം ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ ആ ബോൾസിൻ്റെ 4 എണ്ണം എടുത്തിട്ട് റോളാക്കി. പിന്നെ അതിന് ശേഷം ചെറിയ തീയിൽ ഫ്ലെയിമിൽ ഇടുമ്പോൾ കുറച്ച് ചൂടിൽ വെക്കണം. പിന്നെ ചെറിയ തീ ഫ്ലെയിമിലിട്ടിട്ട് അപ്പുറപ്പുറമൊക്കെ മറിച്ചിട്ടിട്ട് നല്ല എല്ലാ ഭാഗവും മൊരിയണ രീതിയിൽ ഇങ്ങനെ മറിച്ചിട്ടിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ. പിന്നെ അടുത്ത 4 ബോൾസുണ്ട്, അത് ഞാൻ വേറൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടാണ്. മസാല ബണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഫില്ലിങ് കൊണ്ട് 2 ഐറ്റം ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് ചിക്കൻ റോളായാലും മസാല ബണ്ണായാലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് അത് കൂടുതൽ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ 2 ഐറ്റമാണ് ഒരു ഫില്ലിങ് കൊണ്ട് 2 ഐറ്റമാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരുവിധം ഏകദേശം നല്ല ഒരു ഗോൾഡൻ ബ്രൗണ് നിറത്തിൽ ആയി കഴിഞ്ഞാൽ ഉള്ളൊക്കെ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് എന്നിട്ട് പൊരിച്ച് പൊരിയെടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ മസാല ബണ്ണിൻ്റെ കാര്യം. അപ്പോൾ അത് റൗണ്ട് ഷേപ്പിൽ, മസാല ബണ്ണ് എന്ന് പറയുന്ന ഒരു റൗണ്ട് ഷേപ്പാണല്ലോ, ആ റൗണ്ട് ഷേപ്പിൽ ഉള്ളിൽ മസാല വെച്ചിട്ട് ബണ്ണ് രൂപത്തിലാക്കുക കേട്ടോ. ബണ്ണ് രൂപത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, എങ്ങനെ നമ്മളിത് നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും, വൃത്തിയാക്കി വെച്ചാൽ ഒരുവിധം ഇതിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും തീരെ എണ്ണ കുടിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. തീരെ എണ്ണ കുടിക്കില്ല. നമ്മളിപ്പോൾ ഓവനിൽ ഉണ്ടാക്കുന്നവർക്ക് ഓവനിൽ ഉണ്ടാക്കാം, ഓവനിൽ ഉണ്ടാക്കുന്നവർക്ക് ഒരുവിധ ആൾക്കാരൊക്കെ ഓവനിൽ തന്നെ ഉണ്ടാക്കണം. പക്ഷെ എണ്ണയിൽ ഉണ്ടാക്കുമ്പോഴും അതിൽ എണ്ണ കുടിക്കുന്നില്ല. അതാണ് ഒരു ഹൈലൈറ്റ് ഇതിൻ്റെ. അപ്പോൾ അങ്ങനെ മസാല ആക്കിയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബണ്ണ് പോലെ ആക്കി കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് ചെറിയ തീയിൽ ഫ്ലെയിമിലിട്ടിട്ട് മറ്റേത് പൊരിച്ചെടുത്ത പോലെ തന്നെ ഇതും പൊരിച്ചെടുക്കണം കേട്ടോ, ചെറിയ ഫ്ലെയിമിൽ. അപ്പോൾ സൈഡൊക്കെ വേവണില്ലെങ്കിൽ സൈഡൊക്കെ നല്ലോണം മുരിച്ചെടുക്കണേ. ചെറിയ ഫ്ലെയിമിലിട്ടാൽ കുറച്ച് നേരം കൂടുതൽ ഇട്ടാലും ഉള്ളിൽ നല്ല വെന്ത് നല്ല പാകമായിട്ട് കിട്ടും. അപ്പോൾ ചിക്കൻ റോള് റെഡിയായി, മസാല ബണ്ണ് റെഡിയായി കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കാൻ പോണേ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓൾ എന്ന് ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന് തിന്നക്കിയാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കണ്ട മസാല ബണ്ണ് ശരിയായി. ഇനി നമ്മൾ മുറിച്ച് കാണുമ്പോഴും അതെ ഞാൻ മുറിക്കുന്നുണ്ട്. ആ മുറിച്ച് കാണുമ്പോഴും ഉള്ളിലൊരു കുറച്ച് പോലെ എണ്ണ കുടിച്ചിട്ടില്ല അതിൽ. നമ്മളിപ്പോൾ സാധാരണ
ഇത് കടയിൽ നിന്നൊക്കെ ബണ്ണൊക്കെ മേടിക്കില്ല, അതേ ഒരു ടെക്സ്ചറാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. ഉള്ളിൽ ചിക്കൻ്റെ ഒരു ഫില്ലിങ്ങാണ്, പിന്നെ പുറത്ത് നല്ല സോഫ്റ്റഡ് ബണ്ണ് പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും നിങ്ങളോട് പറയണതാണ്, നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഞാൻ 2 ഐറ്റവും മുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല മസാല ഉണ്ടാകും, ഉള്ളിൽ നല്ല ഇങ്ങനെ സോഫ്റ്റഡ് മസാലയാണെങ്കിലും അതെ, ഉള്ളിലത്തെ പുറമേയുള്ള ബണ്ണാണെങ്കിലും അതെ, നല്ല സോഫ്റ്റുള്ളത്. ബൈ, സി യു.